ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് മോദി വിചാരിച്ചാലും അദാനി അംബാനി സമ്മതിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, കാരണം ഇത് ഈ പറയുന്ന രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റുകൾ, അത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതുപോലെ സൊസൈറ്റൽ സ്റ്റെബിലിറ്റി, ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഇതെല്ലാം വേണ്ടത് ആരുടെ അത്യാവശ്യമാണ്? അംബാനിയുടെയും അദാനിയുടെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അതേപോലുള്ള കമ്പനീസിന്റെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ആ സംഗതിയുടെ ആ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് വിഭാവനം ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നതിന്റെ കാരണം അതാണ്. GST പരിഷ്കരണം ആയാലും എന്ത് തന്നെ ആയാലും ആ റീസൺ അതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ സുഡാൻ, സൗത്ത് സുഡാനും അവിടെയൊക്കെ എടുത്ത് നോക്കുക. നമ്മളൊരു സുഹൃത്ത് അവിടെ പോയി, പ്രവാസിയായിരുന്നു, കിട്ടിയ കാശ് മുഴുവൻ അവിടെ കൊണ്ടുപോയി എന്തോ കച്ചവടം തുടങ്ങി. കാരണം അയാൾ നോക്കിയപ്പോൾ ആഫ്രിക്കയിൽ ഇപ്പോൾ വല്ലാതെ കുഴപ്പമില്ലാതെ പൊന്തി വരുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയതാണ്. ഏതാണ്ട് 10-35 ലക്ഷം രൂപയാണ് പുള്ളി കൊണ്ടേ കത്തിച്ച് കളഞ്ഞത്. ഇട്ടിട്ട് ഓടേണ്ടി വന്നു. കാരണം ഇതെല്ലാം തുടങ്ങി 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആഭ്യന്തര യുദ്ധം തുടങ്ങി. അതായത് ഒരു 10 വർഷത്തെ അങ്ങോട്ട് ഗ്യാപ്പിനാണ് അത് തുടങ്ങുന്നത്. ഇപ്പോൾ ആള് വീട്ടിൽ കൊടിയും പിടിച്ചിട്ട് ഇരിക്കുകയാണ്. ഇതാണ് അവസ്ഥ.